For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ബിജെപി സംസ്ഥാന കാര്യാലയത്തിന് നേരെ ആക്രമണം. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അക്രമി സംഘം അടിച്ചു തകർത്തു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 സംഭവം. ഓഫീസിന് മുന്നിൽ മ്യൂസിയം SI അടക്കം 5 പോലീസുകാർ ഉണ്ടായിരുന്നെങ്കിലും ഇവരെ കാഴ്ചക്കാരാക്കി മാറ്റിയായിരുന്നു ആക്രമണം നടന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നുകുഴി വാർഡ് കൌൺസിലറുമായ IP ബിനു, SFI ജില്ലാ സെക്രട്ടറി പ്രബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ, കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ KE ബൈജു എന്നിവർ സ്ഥലത്തെത്തി. ഓഫീസിന് നേരെ ആക്രമണം നടക്കുമ്പോൾ കുമ്മനം രാജശേഖരൻ ഓഫീസിലുണ്ടായിരുന്നു. 3 ബൈക്കുകളിലായിരുന്നു അക്രമികൾ എത്തിയത്. അക്രമികളെ തടയാൻ ശ്രമിച്ച ഒരു സിവിൽ പോലീസ് ഓഫീസർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. 15 മിനിറ്റോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു അക്രമികൾ മടങ്ങിയത്. ആക്രമണത്തിന് CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് തിരുവനന്തപുരം BJP ഓഫീസിന് നേരെ ആക്രമണമുണ്ടാകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സംസ്ഥാന കാര്യാലയത്തിന് നേരെ ബോംബെറിഞ്ഞിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ പലയിടങ്ങളിലും CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ വീടിന് നേർക്കും കല്ലേറുണ്ടായി. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.